നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരളം വെന്തുരുകുന്നു. നിയന്ത്രണങ്ങൾ ലംഘിച്ചാൽ ജയിൽ ശിക്ഷ. പാമ്പ് ഭീതിയിൽ കുട്ടികൾക്ക് കർശന ജാഗ്രത. സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി. തിരുവനന്തപുരം സംസ്ഥാനത്ത് ഉഷ്ണതരംഗം കടുക്കുന്ന സാഹചര്യത്തിൽ പൊതുജനാരോഗ്യവും സുരക്ഷയും മുൻനിർത്തി സർക്കാർ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. വേനൽച്ചൂട് റെക്കോർഡുകൾ ഭേദിക്കുമ്പോൾ കാടിറങ്ങുന്ന വന്യജീവികളും വീടിനുള്ളിലെത്തുന്ന പാമ്പുകളും വലിയ ഭീഷണിയാകുകയാണ്. തൊഴിലിടങ്ങളിൽ റെഡ് അലർട്ട് ലംഘിച്ചാൽ അറസ്റ്റ്. പകൽ 11 മണി മുതൽ 3 മണി വരെ പുറംജോലികൾ ചെയ്യിക്കുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ക്രിമിനൽ നടപടി. ഉത്തരവ് ലംഘിച്ച് തൊഴിലാളികളെ വെയിലത്ത് പണിയെടുപ്പിക്കുന്ന കരാറുകാർക്കെതിരെ നരഹത്യാ ശ്രമത്തിന് സമാനമായ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി. തത്സമയ പിഴ. ലേബർ ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡുകൾ തൊഴിലിടങ്ങളിൽ മിന്നൽ പരിശോധന നടത്തും. വീഴ്ച കണ്ടെത്തിയാൽ തത്സമയം 25,000 രൂപ മുതൽ 1,00,000 രൂപ വരെ പിഴ ഈടാക്കും. കറുത്ത പട്ടിക ബ്ലാക്ക് ലിസ്റ്റ്. നിയമം ലംഘിക്കുന്ന സ്ഥാപനങ്ങളെയും കരാറുകാരെയും സർക്കാർ പ്രവൃത്തികളിൽ നിന്ന് സ്ഥിരമായി വിലക്കുകയും കറുത്ത പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും. കുട്ടികളുടെ സുരക്ഷ. പറമ്പിലെ കളിക്ക് നിയന്ത്രണം. ചൂട് കൂടുമ്പോൾ തണുപ്പുള്ള ഇടങ്ങൾ തേടി പാമ്പുകൾ വീടിന്റെ ഉമ്മറത്തും പരിസരത്തെ കാടുകളിലും പതുങ്ങിയിരിക്കാൻ സാധ്യതയുള്ളതിനാൽ കുട്ടികളുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധ വേണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. പറമ്പിലെ കളി ഒഴിവാക്കുക. ഉച്ചസമയങ്ങളിൽ കുട്ടികളെ വീടിന് പുറത്തോ പറമ്പുകളിലോ കളിക്കാൻ വിടരുത്. കരിയിലക്കൂട്ടങ്ങൾക്കിടയിലും പൊന്തക്കാടുകൾക്കിടയിലും പാമ്പുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഷൂസും വസ്ത്രധാരണവും. പുറത്തിറങ്ങുന്ന കുട്ടികൾ നിർബന്ധമായും കാല് മൂടിയ പാദരക്ഷകൾ ധരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. അറിയാതെ കടിക്കപ്പെടാം. കളിക്കിടയിൽ കുറ്റിച്ചെടികൾക്കിടയിൽ കൈയിടുന്നതും മറ്റും പാമ്പുകടിയേൽക്കാൻ കാരണമാകും. ഇത്തരം സാഹചര്യത്തിൽ ലക്ഷണങ്ങൾ കണ്ടില്ലെങ്കിലും കുട്ടി തളർച്ചയോ വേദനയോ പ്രകടിപ്പിച്ചാൽ ഉടൻ വൈദ്യസഹായം തേടണം. പാമ്പ് കടിയേറ്റാൽ ഉടൻ 108. സംസ്ഥാനത്തെ ഏത് കോണിലും പാമ്പ് കടിയേറ്റാൽ ഉടൻ ആംബുലൻസ് സേവനത്തിനായി 108 എന്ന നമ്പറിൽ വിളിക്കുക. ആന്റിവെനം. എല്ലാ പ്രധാന സർക്കാർ ആശുപത്രികളിലും സൗജന്യമായി പാമ്പ് കടിക്കുള്ള മരുന്ന് ആന്റിവെനം ലഭ്യമാണ്. വനം വകുപ്പ് സഹായം. പാമ്പുകളെ കണ്ടാൽ ഉടൻ 1800-425-4733 എന്ന നമ്പറിലോ സർപ്പ ആപ്പ് വഴിയോ വിവരം അറിയിക്കുക. പാമ്പിനെ കൊല്ലുന്നതോ ഉപദ്രവിക്കുന്നതോ കർശനമായി നിരോധിച്ചിരിക്കുന്നു. പൊതുജനങ്ങൾക്കുള്ള സന്ദേശം. വെള്ളം കുടിക്കുക. ദാഹമില്ലെങ്കിലും ഉപ്പിട്ട കഞ്ഞിവെള്ളമോ നാരങ്ങാവെള്ളമോ കുടിക്കുന്നത് ശീലമാക്കുക. കിണറുകൾ സുരക്ഷിതമാക്കുക. ആനയും പുലിയും ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ വെള്ളം തേടി എത്തി കിണറുകളിൽ വീഴുന്നത് ഒഴിവാക്കാൻ അവ സുരക്ഷിതമായി മൂടണം. മാലിന്യ നിർമ്മാർജ്ജനം. വീടിന് പരിസരത്ത് പാമ്പുകളെ ആകർഷിക്കുന്ന എലികൾ വരാതിരിക്കാൻ ഭക്ഷണാവശിഷ്ടങ്ങളും മാലിന്യങ്ങളും വലിച്ചെറിയരുത്. നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ ദുരന്തനിവാരണ നിയമപ്രകാരം കർശനമായ പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർമാർ അറിയിച്ചു.